ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. കൂടാരമാകും ഭൗമിക ഭവനം അഴിഞ്ഞുപോയി എന്നാലും, കൂടാരമാകും ഭൗമിക ഭവനം അഴിഞ്ഞുപോയി എന്നാലും, കൈപ്പണിയല്ലാത്തതാം നിത്യഭവനം നാഥൻ ഒരുക്കുന്നുണ്ടല്ലോ. കൈപ്പണിയല്ലാത്തതാം നിത്യഭവനം നാഥൻ ഒരുക്കുന്നുണ്ടല്ലോ. ഹേ മരണമേ നിൻ ജയമെവിടെ, പാതാളമേ വിഷമുള്ളെവിടെ. ഹേ മരണമേ നിൻ ജയമെവിടെ, പാതാളമേ വിഷമുള്ളെവിടെ. ശത്രുവിൻ കോട്ടകളെ തകർക്കുമവൻ എന്നോട് സൈന്യാധിപൻ. 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 ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനവുമായി വീണ്ടും നമുക്ക് ദൈവസേനയിൽ ചേർന്നിരിക്കാം. സമാധാനം തരുന്ന ദൈവവചനം, ആശ്വാസം തരുന്ന ദൈവവചനം, ബന്ധനമഴിക്കുന്ന ദൈവവചനം. ഈ ഭൂമിയിൽ സന്തോഷത്തോടുകൂടി ജീവിക്കാൻ നമുക്ക് ദൈവം തരുന്ന അവസരമാണ് ദൈവവചന കേൾവിയും അതിൽ കൂടിയുള്ള രൂപാന്തരവും. ഇന്ന് അല്പനേരം ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ജീവപുസ്തകത്തിൽ പേര് എന്നുള്ളൊരു കാര്യമാണ്. ജീവൻ്റെ പുസ്തകം എന്ന് പറയുന്ന ഒരു കാര്യം വേദപുസ്തകത്തിൽ പല ഭാഗങ്ങളായി കിടപ്പുണ്ട്. എന്നാൽ അധികം പേരും അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയോ അതിൻ്റെ ആഴം മനസ്സിലാക്കി ആ പുസ്തകത്തിൽ എൻ്റെ പേരും ഉൾപ്പെടുത്തണം, അതിനുവേണ്ടിയുള്ള ജീവിത ക്രമീകരണം നടത്തുന്നതായിട്ട് സാധാരണ കാണുന്നില്ല. ലോക ജീവിത തിരക്കിനിടയ്ക്ക് ഇങ്ങനെ ആഴമേറിയ കാര്യങ്ങളൊക്കെ ദൈവസേന ഇരുന്നോ മനസ്സിലാക്കുവാനോ വേദപുസ്തകം വായിച്ച് ഗ്രഹിക്കാനോ അധികം പേരും ചിന്തിക്കുന്നില്ല. എന്നാൽ വേദപുസ്തകം എന്തു പറയുന്നു? ലോകത്തിൻ്റെ ആരംഭം മുതൽ ദൈവം അതിന് മനുഷ്യരെ രണ്ടായിട്ട് വേർതിരിക്കുകയാണ്. ജീവപുസ്തകത്തിൽ പേരുള്ളവരും ജീവൻ്റെ പുസ്തകത്തിൽ പേരില്ലാത്തവരും. അതൊരു വലിയ വേർതിരിവാണ്. സ്വർഗരാജ്യത്തിൽ കടക്കുന്നവരും സ്വർഗരാജ്യത്തിൽ കടക്കാത്തവരെന്ന് പറയുന്നത് പോലെ തന്നെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ രണ്ടായിട്ട് ജനം വേർതിരിയാണ്. അത് ദൈവം വേർതിരിക്കുന്നതല്ല, അവർ സ്വയമായിട്ട് തീരുമാനിക്കുന്നതാണ്. പ്രകടമായിട്ട് അവരൊന്നും പറയത്തില്ല, ആരും നരകത്തിലേക്ക് പോകണമെന്ന് ആരും ചിന്തിക്കത്തില്ല. പക്ഷേ അവരുടെ ജീവിതവും അവരുടെ ജീവിതശൈലിയും കണ്ടാൽ നമുക്ക് വ്യക്തമായിട്ടറിയാം അവരുടെ പോക്ക് എങ്ങോട്ടാണെന്നുള്ളത്. നിത്യയാതനാ സ്ഥലത്തേക്കാണ് പോകുന്നതെന്ന് ഒരു വിധത്തിൽ അറിയാമെന്നുണ്ടെങ്കിലും ഏതോ ശക്തി വന്ന് ആ ചിന്തയെ മൂടിക്കളയുന്നു. സ്വർഗരാജ്യം അതിമനോഹരമാണെന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും അതിന് കോസ്റ്റ് കൊടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് അധികം പേരിലും കാണുന്നില്ല. അതിൻ്റെ ഗൗരവം എന്താണെന്ന് മനസ്സിലാവുക ഈ വേദപുസ്തകവും കൂടി മാത്രമേ നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. കർത്താവായ യേശുക്രിസ്തു മനുഷ്യരെ രക്ഷിക്കാൻ വന്നു എന്നുള്ള എല്ലാവർക്കും അറിയാമെന്നുണ്ടെങ്കിലും അതിൻ്റെ ആഴമറിയണയിൽ ദൈവവചനം നമ്മൾ ഗ്രഹിച്ചാലേ പറ്റുകയുള്ളൂ. ദൈവവചനം വായിക്കുന്നതിൽ കൂടിയാണ് നമുക്ക് മനസ്സിലാകുന്നത് എങ്ങനെ ആ കർത്താവ് ഒരുക്കിയ രക്ഷ നമുക്ക് സ്ഥിരമായി ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് കിട്ടുമെന്നുള്ള കാര്യം. നമുക്ക് തെറ്റിപ്പോകാതെ, വീഴ്ച പറ്റാതെ,
സ്ഥിരതയോടുകൂടി ഈ ഭൂമിയിലെ ജീവിതം നയിച്ച് അങ്ങ് സ്വർഗരാജ്യത്ത് ചെല്ലുക എന്ന് പറയുന്നത് ഒരു വലിയ ഒരു ഉത്തരവാദിത്തമുള്ള ഒരു കാര്യമാണ്. അത് എത്ര പേര് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നത് എനിക്കറിയാൻ പാടില്ല. ജീവപുസ്തകത്തിൽ പേരില്ലാത്തവരാരൊക്കെയാണ് എന്ന് വേദപുസ്തകം പറയും. നമുക്ക് പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ വാക്യത്തിൽ അവിടെ ദൈവം തന്നെ നേരിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. എന്നോട് പാപം ചെയ്തവൻ്റെ പേർ ഞാൻ എൻ്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ചു കളയും. വളരെ കൃത്യമാണ്, ഒരു സംശയത്തിൻ്റെയും കാരണമില്ല. എന്നോട് വളരെ കൃത്യമാണ്. മനുഷ്യൻ പാപം ചെയ്യുന്നത് ദൈവത്തോടാണ്. മനുഷ്യൻ പാപം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുവായ പിശാചിൻ്റെ ആലോചനയ്ക്ക് ചെവി കൊടുക്കുന്നതുകൊണ്ടാണ്. അങ്ങനെ ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ജീവിക്കാനുള്ള എല്ലാ ക്രമീകരണവും ദൈവം നമുക്ക് തന്നിട്ടും പിശാചിൻ്റെ ആലോചനയ്ക്ക് നാം ജീവിക്കുന്നുവെങ്കിൽ വാസ്തവമായി നാം ദൈവത്തെ തള്ളിപ്പറയുകയാണ്. അങ്ങനെയുള്ളവരുടെ പേര് എൻ്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും. അത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. ജീവപുസ്തകം എന്ന് പറഞ്ഞ പുസ്തകമുണ്ട് പ്രിയപ്പെട്ടവരെ. അതിൽ പേരുള്ളവരുണ്ട്, പേരില്ലാത്തവരുണ്ട്. പേരില്ലാത്തവരാരൊക്കെയാണെന്നാണ് നാം ചിന്തിക്കാൻ പോകുന്നത്. പേരില്ലാത്തവരുടെ അവസ്ഥ നമുക്കറിയാമല്ലോ. നിത്യയാതനാ സ്ഥലത്തേക്ക് പോകും. പേരില്ലാതിരിക്കാൻ കാരണം ആ മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ ദൈവത്തെ മാനിക്കാതെ, ദൈവത്തെ ബഹുമാനിക്കാതെ, ദൈവത്തെ സ്നേഹിക്കാതെ, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കാതെ അവനവന് തോന്നിയ വഴി കൂടെ ജീവിച്ച് ഈ ലോകത്തിൻ്റെ സുഖസൗകര്യങ്ങളെല്ലാം ആസ്വദിക്കാനുള്ള ലക്ഷ്യം വെച്ച് ഓടി ഈ യാതനാ സ്ഥലത്തേക്ക് പോകും. അവന് ജീവപുസ്തകം എന്ന് പറഞ്ഞൊരു വിഷയമേ അല്ല. നമുക്കറിയാം, ഇത് പറയാനുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയാം. സീനാ മലയിൽ യഹോവയായ ദൈവം മോശയെ മുകളിലേക്ക് വിളിച്ചു. 40 ദിവസം കഴിഞ്ഞിട്ടാണ് മോശ മടങ്ങി വരുന്നത്. ഈ കാലയളവിൽ എത്ര ദിവസം കഴിഞ്ഞിട്ട് മടങ്ങി വരുന്നതെന്ന് നേരത്തെ പറഞ്ഞില്ല. അപ്പം ഈ ജനം അവർ നോക്കിയപ്പോൾ മോശ കാണാനില്ല. അവർ പറയുന്നത് ഞങ്ങൾക്കൊരു ദൈവം വേണം, ഞങ്ങൾ ഇതുവരെ നടത്തിയ മോശയാണ്, ആ മോശയ്ക്ക് എന്ത് ഭവിച്ചെന്ന് നമുക്കറിയാൻ പാടില്ല, അതുകൊണ്ട് ഞങ്ങൾക്കൊരു ദൈവത്തെ വേണം. അവരെന്ത് ചെയ്യുന്നു? അവരുടെ കാതിലുള്ള കുണുക്കെല്ലാം ഇട്ട് കൊടുത്തിട്ട് അഹ്റോൻ്റെ കൊടുത്തിട്ട് അവൻ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി ഒരു കൊത്തുളി കൊണ്ട് ഭാഷ വരുത്തി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. കാളക്കുട്ടിയെ ഉണ്ടാക്കാൻ കാരണമുണ്ട്. മിസ്രൈമിലെ ബാലിൻ്റെ ദൈവമാണ് കാളക്കുട്ടി. അപ്പം അവരുടെ ഉള്ളിൽ ഈ കാളക്കുട്ടി ഇരുന്നുണ്ടായിരുന്ന നാളുകൾ കഴിഞ്ഞിട്ടും അവരെ വീണ്ടെടുക്കപ്പെട്ടവരാണ്. കുഞ്ഞാടിൻ്റെ ആ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടവരാണ്. ചെങ്കടൽ കടന്നവരാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം കണ്ടവരാണ്. അവരെ നടത്തിയ വിധങ്ങളൊക്കെ അവർക്ക് നന്നായിട്ട് ഒരു ദൈവം ഉണ്ടെന്ന് അവർ കൃത്യമായിട്ട് അറിയാമായിരുന്നു. പക്ഷേ അവരുടെ ഹൃദയം ലോകത്തിലേക്ക് പോയി. അവരുടെ ഹൃദയം ലോകത്തിൻ്റെ സുഖസൗകര്യങ്ങളിലേക്ക് പോയി. അവരത് വിടാൻ മനസ്സിന് ഹൃദയത്തിൽ മാറ്റം വന്നില്ല. ജനം മുന്നോട്ട് പോവുകയാണ്. അവരുടെ ഹൃദയം മിസ്രൈമിലേക്ക് പോവുകയാണ്. മിസ്രൈമിൽ അവർക്ക് കിട്ടിയ ജഡികമായ ഭക്ഷണങ്ങളും മ്ലേച്ഛതകളും സുഖസൗകര്യങ്ങളും എല്ലാം അവർ ഒരിക്കലും അവരുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റിയില്ല. ഇത് വലിയൊരു അപകടം പിടിച്ചൊരു കാര്യമാണ്. ദൈവത്തെ കണ്ടെത്തിയാലും മാനസാന്തരപ്പെട്ടാലും ഹൃദയം മാറില്ല. ഇന്ന് അനേകർക്ക് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ കുഴപ്പം എവിടെയാണ്? ഒരിക്കൽ മാനസാന്തരപ്പെട്ടു, ഒരിക്കൽ ദൈവവചനം കേട്ടു, പരിശുദ്ധാത്മാവിൻ്റെ ആ ആവാസം അനുഭവിച്ചു, ഒരു സന്തോഷകരമായ ജീവിത ആദ്യ സ്നേഹം ലഭിച്ചു, ദൈവം നല്ലവനാണെന്ന് മനസ്സിലായി, പാപമില്ലാത്ത ജീവൻ നയിക്കാൻ പറ്റുമെന്നവർക്ക് വ്യക്തമായിട്ട് തന്നെത്താൻ ദൈവം ബോധ്യം കൊടുത്തു. അവരതിൽ ആനന്ദിച്ചാറാടി, സാക്ഷ്യങ്ങൾ പറഞ്ഞു, വേല ചെയ്തു. എന്തൊരു തീഷ്ണതയായിരുന്നു! പക്ഷെ ഹൃദയം മാറാൻ അവർ മെനക്കെട്ടില്ല. പ്രിയപ്പെട്ടവരെ, മാനസാന്തരം കൊണ്ട് പുറമേ ഉള്ള പല പാപപ്രവർത്തികൾ മാറിയാലും ഹൃദയം മാറണമെന്നില്ല. ഇത് അവനവൻ തന്നെത്താൻ കണ്ടുപിടിച്ച് ഹൃദയത്തിലാണ് സകല പാപത്തിൻ്റെയും കേന്ദ്രമെന്ന് മനസ്സിലാക്കി പ്രകടമായ പാപം മാറിയാലും ഹൃദയത്തിലതിൻ്റെ വേരുകൾ ഉള്ളതുകൊണ്ടും താല്പര്യങ്ങൾ ഉള്ളതുകൊണ്ടും ഏത് സമയത്തും പ്രതികൂല സാഹചര്യത്തിൽ ഈ പാപം വരും എന്ന് കൃത്യമായി മനസ്സിലാക്കുന്നവനാണ് ഒരു ദൈവഭക്തൻ. അതവർക്ക് മനസ്സിലായില്ല. എന്തു പറ്റി? അവർ ബാലിനെ ആരാധിക്കാൻ തുടങ്ങി. ദൈവം ചെയ്ത സകല വേലകളും നീട്ടിയ ഭുജം കൊണ്ടും ബലമുള്ള കരം കൊണ്ടും ഫറവോൻ്റെ അടിമനുഖത്തിൽ നിന്ന് അവരെ വിടുവിച്ചതെല്ലാം വെറും വേസ്റ്റായിപ്പോയി, പ്രയോജനമില്ലാണ്ടായിപ്പോയി. ജനം പിന്നെയും ബാലിൻ്റെ പിന്നാലെ പോയി. ദൈവത്തിന് കോപം സഹിക്കാൻ പറ്റിയില്ല. കാരണം ഇത്രയൊക്കെ ചെയ്തിട്ടും ജനം ദൈവത്തെ അറിയുന്നില്ല. അവർക്ക് കാണുന്നൊരു ദൈവത്തെയാണ് വേണ്ടത്. ഇന്നും അനേകരുടെ പ്രശ്നം കാണാത്ത ദൈവത്തിൻ്റെ പിന്നാലെ പോകാൻ അവർക്ക് പറ്റുന്നില്ല.
അവർക്ക് കാണുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ടാണ് ജനം കൂട്ടായ്മയിലേക്കും ദൈവമക്കളിലേക്കും ആശ്രയിക്കുന്നത്. കാണുന്ന ഒരു ദൈവം വേണം. എന്നാൽ യഹോവ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ദൈവം ആത്മാവാകുന്നു. ആത്മാവ് സ്ഥലകാല പരിമിതങ്ങളൊന്നുമില്ല. ആത്മാവ് കൊണ്ട് വേണം ദൈവത്തെ ആരാധിക്കാൻ. ആത്മാവിൽ വേണം, ആത്മാവിൻ്റെ കണ്ണു തുറന്ന് വേണം ദൈവത്തെ കാണുവാൻ. അവർക്ക് കാണാൻ സാധിച്ചില്ല. അങ്ങനെയുള്ളവർ എന്ത് ചെയ്തു? അവസരം വന്നപ്പോൾ പാപം ചെയ്തു. അതുകൊണ്ടാണ് എന്നോട് പാപം ചെയ്തവൻ്റെ പേര് എൻ്റെ പുസ്തകത്തിൽ ഞാൻ മായ്ച്ചു കളയും. നമുക്കറിയാമല്ലോ, മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട 2 പേരൊഴികെ എല്ലാവരും മരുഭൂമി പട്ടുപോയത് ഹൃദയത്തിൽ മാറ്റം വന്നില്ല. ഇന്നത്തെ കാലത്തുള്ള നമ്മൾ ഏറ്റവും പ്രസക്തമായ കാര്യം, അനേകർ മാനസാന്തരപ്പെടുന്നുണ്ട്, അനേകർ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ നാളുകൾ കഴിയുമ്പോൾ എല്ലാം തകരം തരിപ്പണമായി കിടക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത്. എന്തുകൊണ്ട്? ഹൃദയം മാറാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് മുട്ടിപ്പായിട്ട്, കർത്താവേ, ഈ വലിയ ബന്ധനം എനിക്ക് അഴിച്ചു തരണമേ, പിതാക്കന്മാരുടെ 3ഉം 4ഉം തലമുറയുള്ള ശാപം എൻ്റെ ഹൃദയത്തിൽ നിന്ന് മാറ്റിത്തരണമേ, ഞാൻ യൗവനകാലത്ത് ചെയ്തു കൂട്ടിയ പാപങ്ങൾ എൻ്റെ ഹൃദയത്തിൻ്റെ വേരുകൾ പറിച്ചു മാറ്റി തരണമേ, എന്നെ ഒരു വിശുദ്ധനാക്കണമേ, നിൻ്റെ സാന്നിധ്യം എനിക്ക് തരണമേ, നിൻ്റെ ജീവൻ്റെ പുസ്തകത്തിൽ എൻ്റെ പേര് എഴുതി ചേർക്കണമേ. എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്? ആത്മീയഗോളത്തിലെ ഏറ്റവും വലിയ ക്ഷീണമെന്ന് പറയുന്നത് ആരും ആഴത്തിലേക്ക് ഇറങ്ങുന്നില്ല. ഒന്ന്, പുറപ്പാട് പുസ്തകത്തിൽ 31 യഹോവ വ്യക്തമായിട്ട് പറയുന്നു, പാപം ചെയ്തവൻ്റെ പേര് ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും. 2, വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവോത്സവത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും. അതിനെ നമസ്കരിക്കും എന്ന് പറഞ്ഞാൽ പിശാച്, സാത്താനെ നമസ്കരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ കാര്യം? ജീവ പുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്തവരെല്ലാം സാത്താനെ നമസ്കരിക്കും. എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിലുണ്ടോ ഇല്ലെന്ന് എങ്ങനെ അറിയാം? എനിക്ക് ലോകത്തിലേക്കാണ് എൻ്റെ ചായ്വ്, എനിക്ക് പാപത്തിലേക്കാണ് എൻ്റെ ചായ്വ്. എനിക്ക് മനസ്സില്ലെങ്കിലും ഞാൻ പാപം ചെയ്യുന്നു. എനിക്ക് മനസ്സില്ലെന്ന് പറഞ്ഞാൽ പോലും ഞാൻ ലോകത്തിലേക്ക് ഇറങ്ങുന്നു. ലോക ഇമ്പങ്ങളിലേക്ക് എൻ്റെ ഹൃദയം പോകുന്നു. ലോക സുഖ സൗകര്യങ്ങളിലേക്ക് എൻ്റെ ഹൃദയം ചായുന്നു. ഈ ലോകത്തിലെ സുഖങ്ങളും സൗകര്യങ്ങളും സ്ഥാനങ്ങളും മാനങ്ങളും പദവികളും സുഖങ്ങളും സന്തോഷങ്ങളും ആർഭാടമായ ജീവിതങ്ങൾ എല്ലാവരുടെയും അകത്ത് കിടക്കുന്ന ഒരു കാര്യമാണ്. ദൈവവചനം കേൾക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇത് ദൈവത്തിന് ഏറ്റവും വിരുദ്ധമായൊരു കാര്യമാണ്. മൂഢ എന്ന് വിളിക്കാൻ പോലും ദൈവം തയ്യാറാകുന്നതിന് കാരണം അതാണ്. നീ തെറ്റിപ്പോകുന്നു. പിശാചിൻ്റെ ആലോചനയ്ക്ക് നീ ഇടം കൊടുത്ത് നിൻ്റെ ലക്ഷ്യം തെറ്റിച്ച് കളയുന്നു. ഇവിടെ പറയുന്ന കുഞ്ഞാടിൻ്റെ പുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്തവരെല്ലാം സാത്താനെ നമസ്കരിക്കും. ഇന്ന് പാപം ചെയ്യുന്നവരെല്ലാം സാത്താനെ നമസ്കരിക്കുകയല്ലേ? സാത്താൻ്റെ അടിമപ്പാടി കഴിയുകയല്ലേ? കോപം തെറ്റാണെന്നറിയാം, എന്താ പിന്നെ കോപിക്കുന്നത്? കോപം മാറാനുള്ള വഴി ഉണ്ടായിട്ടും പേരോട് പറഞ്ഞു പോകാനുള്ള എല്ലാ വഴികളും ദൈവം തന്നിട്ടും പിന്നെയും കോപിച്ചുകൊണ്ടിരിക്കുന്നു. അത് ന്യായം കണ്ടുപിടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അതാണ് സാത്താനെ നമസ്കരിക്കുക എന്ന് പറഞ്ഞൊരു കാര്യം. അവൻ പറയുന്ന ആലോചന കേൾക്കാൻ തക്കന്നെ അവൻ്റെ അടിമനോകത്തിലായി കഴിഞ്ഞു. അങ്ങനെയുള്ളവരുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ ഇല്ല. പ്രിയപ്പെട്ടവരെ, വ്യക്തമായിട്ട് മനസ്സിലാക്കണം. പാപം ജീവിതത്തിലുണ്ടെങ്കിൽ ജീവപുസ്തകത്തിൽ പേരില്ല. വേദപുസ്തകം പറയുന്നത് അങ്ങനെയാണ്. പിന്നെ ആധുനിക കാലത്ത് മനുഷ്യൻ പറയും പാപം ഇല്ലാതൊക്കെ എങ്ങനെ ജീവിക്കാൻ പറ്റും, അതൊക്കെ ഇടുങ്ങിയ ചിന്താഗതിയല്ലേ എന്നൊക്കെ പറയുന്നവരൊക്കെ ഉണ്ട്. അവർ പറഞ്ഞോട്ടെ. എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് ഞാൻ പറഞ്ഞാൽ വേദപുസ്തകം എന്ത് പറയുന്നു അതാണ് എൻ്റെ അടിസ്ഥാനം. വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അവിടെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും. 3-ാമത്തെ കാര്യം നമുക്ക് നോക്കാം. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം. കുഞ്ഞാടിൻ്റെ ജീവോത്സവത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവനാരും അതിൽ കടക്കയില്ല. കൃത്യമായിട്ടല്ലേ ദൈവവചനം പറയുന്നത്? ഭോഷ്കുള്ളവർ, മ്ലേച്ഛതയുള്ളവർ, അശുദ്ധമായത്, അശുദ്ധിയിൽ ജീവിക്കുന്നവർ, അശുദ്ധി കാണുന്നു, അശുദ്ധി കേൾക്കുന്നു, അശുദ്ധി ചിന്തിക്കുന്നു, അശുദ്ധിയിൽ രസിക്കുന്നു, വ്യാജം വരുന്നു, ഭോഷ്ക കളവ് വരുന്നു. പ്രിയപ്പെട്ടവരെ, സകല മ്ലേച്ഛതയും പുറമേ കാണത്തില്ലായിരിക്കാം, എല്ലാ ഹൃദയത്തിലുണ്ട്. എന്തിനാ മനുഷ്യൻ ഈ ആയുസ്? ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ ആയുസ് എന്തിനാ? എൻ്റെ ദൈവമേ, ഈ ആയുസ് ദൈവം തന്നിരിക്കുന്നത് ശുദ്ധീകരണത്തിന് മാത്രമാണ്. അത് തെറ്റിപ്പോകുന്നു മനുഷ്യർ. ഈ ആയുസ് നമുക്ക് തന്നിരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴം എന്താണെന്ന് മനസ്സിലാക്കി
പിശാച് എവിടെല്ലാം അവകാശം പറയുന്നു എന്ന് വ്യക്തമായി ദൈവസ്ഥനിൽ ഇരുന്ന് കണ്ടുപിടിച്ചിട്ട് അതിനോട് എന്നേക്കുമായി യാത്ര പറഞ്ഞ് അത് മാറുന്നതിന് വേണ്ടി ദൈവസ്ഥനിൽ കാത്തിരുന്ന കുഞ്ഞാടിൻ്റെ രക്തത്താൽ അവൻ്റെ ആത്മാവിനാലും ശുദ്ധീകരണം പ്രാപിക്കാൻ കഴിയും. ഒരു പാപവും ഈ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് മാറാത്തതില്ല. ഒരു സ്വഭാവവും പരിശുദ്ധാത്മാവിനാൽ മാറ്റപ്പെടാൻ പറ്റാത്തതായതില്ല. ഒരു മനുഷ്യൻ വിശുദ്ധനായി ഇവിടുന്ന് കടന്നു പോകാനുള്ള എല്ലാ പ്രൊവിഷനും ദൈവം തന്നിട്ടുണ്ട്. അതിനല്ലേ കൂട്ടായ്മ, അതിനല്ലേ വചനസൂക്ഷ, എല്ലാം അതിന് ഒരൊറ്റ കാര്യം. അതാണ് ഏകാഗ്രത എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വ്യക്തമായിട്ട് മനസ്സിലാക്കണം, ജീവസ്വത്തിൽ പേഴ്തിരിക്കുന്നവരല്ലാത്തവരെ എങ്ങനെയാണ് അവർ അശുദ്ധി ചെയ്യുന്നവരാണ്. അശുദ്ധി ചിന്തയിലാകാം, വികാരത്തിലാകാം, ആഗ്രഹത്തിലാകാം, മോഹത്തിലാകാം, സ്വപ്നത്തിലാകാം, ലാഞ്ചനയിലാകാം. ഒന്നും പുറമേ വരത്തില്ല. ഹൃദയത്തിൽ ഈ കോളിളക്കം നടക്കുന്നതൊക്കെ നമുക്കറിയാം. എനിക്കറിയാം എവിടെ തെറ്റിലേക്കുള്ള ഈ ലാഞ്ചന വരുന്നുള്ള മുൻകൂട്ടി ദൈവത്തിൻ്റെ ആത്മാവ് കാണിച്ചു തരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കണം, അത് മാറിയിട്ടില്ല. അത് മാറാൻ വേണ്ടി ആയുസ് നീട്ടിത്തരണേ ദൈവത്തോട് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിനെ തരണമെന്ന് പ്രാർത്ഥിക്കണം. തിരക്തം കൊണ്ട് എന്നെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കണം. ദൈവസ്ഥനയിൽ കിടന്ന് വില കൊടുത്ത് വാങ്ങിക്കണം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ളവരുണ്ടോ എനിക്കറിയാൻ പാടില്ല. വില കൊടുത്ത് വാങ്ങിക്കാൻ എത്ര പേരുണ്ട്? ജീവിതത്തിലുള്ള എല്ലാ ലാക്കും ലക്ഷ്യവും വലിച്ചെറിഞ്ഞുകൊണ്ട് എനിക്ക് ശുദ്ധീകരണം പ്രാപിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കുതിക്കുന്ന എത്ര പേരുണ്ട്? അവരുടെ പേരാണ് ജീവപുസ്തകത്തിൽ പേരെഴുതുന്നത്. അല്ലാത്തവർക്ക് ജീവപുസ്തകത്തിൽ ആരും അതിൽ കടക്കുകയില്ല. മൂന്നാമത്തെ കാര്യം, സങ്കീർത്തനം 69:28 കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, ജീവൻ്റെ പുസ്തകത്തിൽ നിന്നും അവരുടെ പേര് മായ്ച്ചു കളയണമേ എന്ന് ദാവീദ് പറയുന്നു. ആരാ? ദൈവത്തിന് വിരുദ്ധമായി ജീവിക്കുന്നവരുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയണമെന്ന്. പ്രിയരെ, അവിടെയും ഉണ്ട്, ആദ്യമോ നൂറ്റാണ്ട് വരെ ഉണ്ട് ജീവപുസ്തകത്തിൻ്റെ പേരെന്ന് പറയുന്ന ഒരു വലിയ കാര്യം. എത്ര പേര് വില കൊടുക്കുന്നുണ്ട്? ജീവൻ്റെ പുസ്തകത്തിൽ എൻ്റെ പേരുണ്ടോ? വീണ്ടും വായിച്ചു നോക്കാം. വെളിപാട് പുസ്തകം 20:12 നമുക്ക് നോക്കാം. മരിച്ചവർ ആബാലവൃത്തം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്ന കണ്ടു. പുസ്തകങ്ങൾ തുറന്നു, ജീവൻ്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു. വെള്ളസിംഹാസനത്തിൽ ന്യായവിധി ദിവസം ഈ പുസ്തകം തുറക്കും. പുസ്തകങ്ങൾ തുറന്നു, ജീവൻ്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു. അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ആരെയും പേടിപ്പിക്കാനല്ല, ദൈവത്തിൻ്റെ വചനമാണ് പറയുന്നത്. പുസ്തകങ്ങൾ തുറന്നു, ജീവൻ്റെ പുസ്തകം തുറന്നു, ന്യായവിധി ദിവസം ഇതൊക്കെ എല്ലാം തുറക്കും. ഇന്നൊന്നും ആരും കാണുന്നില്ല, പക്ഷെ കാണാൻ പറ്റും കേട്ടോ. ദൈവസ്നയിൽ വേദനയോടെ കാത്തിരുന്ന കർത്താവേ, എന്തൊക്കെ പാപമാണ് എന്നെക്കുറിച്ച് നീ എഴുതിയിരിക്കുന്നത്. പാപത്തിൻ്റെ എഴുതി വച്ചിരിക്കുന്ന പുസ്തകമുണ്ട്. ജീവൻ്റെ പുസ്തകത്തിൽ എൻ്റെ പേരുണ്ടോ കർത്താവേ? പേരില്ലെങ്കിൽ അത് വീണ്ടും എത്രയും വേഗം എഴുതി ചേർക്കാനുള്ള ത്വര നമുക്കുണ്ടോ? അത്യാവശ്യബോധം നമുക്കുണ്ടോ? ലോകത്തിൽ എന്ത് നേടിയാൽ എന്ത് പ്രയോജനം? ഓരോരുത്തരും ഈ ഭൂമിയിൽ മാറ്റപ്പെടുന്നത് ഞാൻ കാണാറുണ്ട്. നേടിയവർ, സ്വത്ത് നേടിയവർ, സമ്പത്ത് നേടിയവർ, ആഠ്യത്വം നേടിയവർ, പദവി നേടിയവർ എല്ലാം എങ്ങോട്ട് പോയി പ്രിയപ്പെട്ടവരെ? എല്ലാവരും തിരിച്ചരിക്ക് അപ്പുറത്തേക്ക് പോയി. എന്ത് നേടിയിട്ട് പോകുന്നു? ഞാൻ എന്ത് നേടിയിട്ട് പോകുന്നു? ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി ചേർത്തുന്നുള്ള പ്രാഗൽഭ്യം ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് ബോധ്യം തന്നിട്ടുണ്ടോ? ആരെങ്കിലും പറയുന്ന കാര്യമല്ല. അടുത്ത് നമുക്ക് ചിന്തിക്കാനുള്ളത്, ജീവൻ്റെ പുസ്തകത്തിൽ പേരുള്ളവരുടെ കാര്യം നമുക്ക് പെട്ടെന്ന് ചിന്തിക്കാം. മാലാഖി പുസ്തകം 3:16 നമുക്ക് നോക്കാം. മാലാഖി പുസ്തകം, അവിടെ ഒരു സ്മരണയുടെ പുസ്തകത്തെക്കുറിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവ ഭക്തന്മാർക്കും അവൻ്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവൻ്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വെച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അവിടെ സ്മരണ പുസ്തകം എഴുതിയിരിക്കുന്നത്, പക്ഷേ അതിന് മുമ്പ് എഴുതിയിരിക്കുന്നത് കേൾക്കണം. യഹോവ ഭക്തന്മാർക്കും അവൻ്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവൻ്റെ സന്നിധിയിൽ ഒരു പുസ്തകം. ദൈവത്തെ മാനിക്കുന്നവർ, ദൈവത്തെ ബഹുമാനിക്കുന്നവർ, ദൈവത്തെ അനുസരിക്കുന്നവർ, ദൈവത്തെ ആദരിക്കുന്നവർ, ദൈവനാമ മഹത്വത്തിന് വേണ്ടി സാക്ഷ്യത്തോടെ ജീവിക്കുന്നവർ, അല്ല ഈ ഭൂമിയിൽ വചനപ്രകാരം ജീവിക്കാൻ പറ്റുമെന്നുള്ളത് തെളിയിച്ചു കൊടുക്കുന്നവർ. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ആര് കണ്ടാലും അവനിൽ ദൈവമുണ്ടെന്ന് തെളിയിക്കാൻ തക്കവണ്ണം പ്രിയപ്പെട്ടവരെ, ജീവൻ്റെ ആത്മാവ് ഇറങ്ങി നിൽക്കുന്നവരുടെ പേര് നിശ്ചയമായും ദൈവം തൻ്റെ ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി വെക്കും. കേൾക്കുന്ന നിങ്ങളൊന്ന് ചിന്തിക്കണമേ, നിങ്ങൾ അങ്ങനെ ഒരു പുസ്തകത്തിൻ്റെ പേര് കേട്ടിട്ടുണ്ടോ? ആ പുസ്തകത്തിൽ നിങ്ങളുടെ പേരുണ്ടോ? നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? അതിനുവേണ്ടി നിങ്ങൾ എന്ത് അധ്വാനമാണ് ചെയ്തത്? ഓരോരുത്തരും വ്യക്തിപരമായി നേടിയെടുക്കേണ്ടതാണ്.
ഒരു കൂട്ടായ്മ കൊടുക്കുന്നതല്ല ഇത്. ഒരു ദൈവദാസന്മാർക്കും തരാൻ പറ്റത്തില്ല. തന്നെത്താൻ ദൈവസനയിൽ നിന്ന് ബോധ്യം കിട്ടണം, എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിലുണ്ടോ, അത് തങ്കലിപികളിലാണെന്നോടും ചേർക്കണം. മാഞ്ഞു പോകാം, പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെ മാഞ്ഞു പോകാം, പക്ഷെ നമ്മൾ നിർബന്ധിക്കുകയാണെങ്കിൽ മാഞ്ഞു പോകാത്ത രീതിയിൽ തങ്കലിപികൾ അവിടെ എഴുതി ചേർക്കാൻ പറ്റും. അതിനുള്ള സമർപ്പണമുണ്ടോ? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട ദാനിയേലിൻ്റെ പ്രവചനം അവസാനത്തെ അധ്യായത്തിൽ അതിന് അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യം കൂടെ നമുക്ക് വായിച്ചു നോക്കാം. ദാനിയേൽ 12:1 അന്ന് ജനം, നിന്റെ ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും തന്നെ രക്ഷ പ്രാപിക്കും. എത്ര കൃത്യമായിട്ടാണ് പറഞ്ഞത്. രക്ഷ പ്രാപിക്കുന്നവരാരാ? ജീവനുള്ള ദൈവത്തിൻ്റെ പുസ്തകത്തിൽ പേരെഴുതി ചേർത്തവർക്ക് മാത്രമേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടോ? എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കാര്യപരിപാടിയിൽ നാം അതിനോട് ചേർന്ന് നിൽക്കാൻ പറ്റുന്നുണ്ടോ? പുസ്തകത്തിൽ എഴുതി കാണുന്നവർ അവർ ബുദ്ധിമാന്മാരാണ്. ബുദ്ധിമാന്മാർ എന്ന് പറഞ്ഞാൽ ഈ ജീവിതത്തിൽ ഈ ലോകത്തിലെ ധനസമ്പാദനം ഒന്നുമല്ല വിഷയം, ആത്മാവിൻ്റെ രക്ഷയാണ് വിഷയം എന്നുള്ള ബുദ്ധി, എന്നെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാർ, അതാണ് ബുദ്ധിയും ദൈവം കാണുന്ന ബുദ്ധി എന്ന് പറഞ്ഞാൽ അതാണ്. ദൈവത്തെ അന്വേഷിക്കുക, ദൈവത്തെ കണ്ടെത്തുക, ദൈവത്തോട് നിരപ്രാപിക്കുക, ദൈവത്തോട് പാപമേറ്റു പറഞ്ഞ് ദൈവത്തിൽ നിന്ന് ആ നീതീകരണം പ്രാപിക്കുക, ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രാപിക്കുക, ദൈവത്തിന് വേണ്ടി ഹൃദയം വേർതിരിക്കുക. ദൈവം തേജസ്സോടെ ഇറങ്ങി വന്നാൽ മാത്രമേ ഹൃദയം ശുദ്ധീകരിക്കാൻ പറ്റുകയുള്ളൂ. ദൈവം ഇറങ്ങി വന്നാൽ മാത്രമേ ദൈവത്തിൻ്റെ വേല ദൈവഹിതപ്രകാരം ചെയ്യാൻ പറ്റുകയുള്ളൂ. അതാണ് ബുദ്ധിമാന്മാർ എന്ന് പറഞ്ഞു. നിത്യജീവൻ അവകാശം ലഭിച്ചവർ ഓഹരി ലഭിക്കാൻ അവസാനം അവർ എഴുന്നേറ്റ് വരും. ദാനിയേലിനോട് പറഞ്ഞതാണ്, ദാനിയേലേ നീ പൊയ്ക്കോ, നീ വിശ്രാമം കഴിച്ചാൽ നീ എഴുന്നേറ്റ് വരും, നിൻ്റെ ഓഹരി ലഭിക്കാൻ നീ ഇറങ്ങി വരും. ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട മനുഷ്യൻ. അങ്ങനെയുള്ള അവരൊക്കെ ഉണ്ടോ നമ്മുടെ ഈ കാലഘട്ടത്തിൽ? നമുക്ക് ആകാൻ പാടില്ലേ? ദാനിയേലിനെ പോലെ ആകാൻ പാടില്ലേ? യോസേഫിനെ പോലെ ആകാൻ പാടില്ലേ? എല്ലാ പ്രൊവിഷനും ഇരിപ്പുണ്ട്, പക്ഷേ എനിക്ക് മനസ്സല്ല. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കറിയാം, ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലേമന്ത് മുതലായ കൂട്ടുവേലക്കാരെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. പുതിയ നിയമത്തിലെ വളരെ അപൂർവമായിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. പക്ഷേ അപ്പോസ്തലൻ പറയുന്നു ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലേമന്ത്, അവർ കൂട്ടുവേലക്കാർ. അവർക്ക് എന്താണ് ആ പേരവിടെ വരാൻ കാര്യം? എൻ്റെ ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വേണ്ടി ജീവിതം വേർതിരിച്ചു, ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ജീവിതം വേർതിരിച്ചു. എന്താ ദൈവവേലയെന്ന് പറഞ്ഞ്? അടിസ്ഥാനപരമായി ദൈവവേല എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ ശുദ്ധീകരണമാണ്. ദൈവം എന്നിൽ വേല ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ ഹൃദയം വെടിപ്പാക്കാനാണ്. കള്ളന്മാരുടെ ഗുഹയായി തീർന്ന യെരൂശലേം ദേവാലയം, ദേവാലയം എന്ന പേരുണ്ട്, പക്ഷേ കർത്താവ് കാണുന്നത് കള്ളന്മാരുടെ ഗുഹയായിട്ടാണ്. ഇന്ന് അനേകർ അങ്ങനെയല്ലേ പ്രിയരെ? നമുക്ക് നല്ല പേരുണ്ട്, നല്ല കൂട്ടായ്മയെ നമ്മൾ ജീവിക്കുന്നവരുണ്ട്, നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ ജീവിക്കുന്നവരുണ്ട്. ദേവാലയം പോലെ നമ്മൾ പുറമേ കാണുമ്പോൾ ദേവാലയം തന്നെയാണ്, പക്ഷേ അതിനകത്ത് നടക്കുന്ന കാര്യമോ? യഹസ്കേലിനകത്തുണ്ട്, അവിടെ സ്ത്രീകൾ തമ്മൂസിനെ ആരാധിക്കുന്നു. ദേവാലയമാണെന്ന് ഓർക്കണം, തമ്മൂസിനെ ആരാധിക്കുകയാണ് സ്ത്രീകൾ. ദേവാലയമാണ് പേര്. ദേവാലയത്തിൽ ദൈവതേജസ്സ് മാറിപ്പോയി, നാളുകളായി മാറിപ്പോയിരിക്കുകയാണ്. ആരും അറിയുന്നില്ല. ദേവാലയം ഇപ്പോഴും ഉണ്ട്, കണ്ണുകൊണ്ട് കാണും, ദേവാലയം ഇപ്പോഴും ഉണ്ട്. ദൈവതേജസ്സ് മാറിപ്പോയത് ആരും അറിയുന്നില്ല. ഇന്ന് അനേകരുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ ആത്മാവ് മാറിപ്പോയിട്ട് അവരെ അറിയുന്നില്ല. അവർ പിന്നെയും പഴയ പോലെ ജീവിക്കുകയാണ്, പഴയ പോലെ വേല ചെയ്യുന്നുണ്ട്, പഴയ പോലെ കുടുംബജീവൻ നയിക്കുന്നുണ്ട്, പഴയ പോലെ സ്വന്തം കാര്യങ്ങൾ നടത്തുന്നുണ്ട്. പേര് ദൈവവേലക്കാരനാണ്, പക്ഷെ അകത്ത് തമ്മൂസിനെ ആരാധിക്കുന്നു, അകത്ത് കള്ളന്മാരുടെ ഗുഹയായിരിക്കുന്നു. എത്ര പേര് ചിന്തിക്കുന്നുണ്ട്? എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം തെറ്റിപ്പോകരുതെന്നാണ് പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. ജീവപുസ്തകത്തിൽ പേര് ഭൂമിയിൽ ജീവിക്കുമ്പോൾ നേടിയെടുക്കാൻ പറ്റും. അപ്പോസ്തലൻ പറയുന്നു, ഈ ക്ലേമന്ത് പറയുന്ന വ്യക്തി ജീവപുസ്തകത്തിൽ പേര് എഴുതി ചേർത്തു എന്നുള്ള അപ്പോസ്തലന് മനസ്സിലായി. അപ്പോസ്തലൻ ദൈവം വെളിപ്പെടുത്തി കൊടുത്ത കാര്യമാണ് ഈ പറയുന്നത്. സഹോദരങ്ങളെ, നിങ്ങൾക്കിന്ന് മനസ്സിലായിട്ടുണ്ടോ? ദൈവവേല ഹൃദയത്തിലാണ് ആദ്യം നടക്കേണ്ടത്. ദൈവവേല ഹൃദയത്തിൽ നടന്ന ശേഷം പുറമേ വേല ചെയ്യാം, ഒരു കുഴപ്പമില്ല. ആ വേല ചെയ്യുന്നത് ദൈവത്തിൻ്റെ ആത്മാവായിരിക്കും. ഹൃദയത്തിൽ ദൈവവേല നടക്കുന്നില്ലെങ്കിൽ വേല നടക്കും ദൈവത്തിൻ്റെ ആത്മാവായിരിക്കില്ല, അത് പിശാച് കൈകാര്യം ചെയ്യും. ദൈവം അതിൽ പ്രസാദിക്കുകയില്ല. അത് എൻ്റെ നാമത്തിൽ അനേകരെ ഭൂതങ്ങളെ പുറത്താക്കി, ദൈവവേലയല്ലേ? അന്യഭാഷകൾ പറഞ്ഞു, ദൈവവേലയല്ലേ? വീരപ്രവൃത്തിയിൽ നടത്തി, ദൈവവേലയല്ലേ? ഇതെല്ലാം പറയും. കർത്താവ് പറഞ്ഞു, അവസാന കാലത്ത് ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് പറയും. ദൈവവേല ചെയ്യാം, പക്ഷെ ദൈവത്തിൻ്റെ വേല ചെയ്യേണ്ട ദൈവത്തിൻ്റെ ആത്മാവായിരിക്കണം, അല്ലെങ്കിൽ ഞാൻ നിന്നെ അറിയുന്നില്ല എന്ന് പറയും.
പ്രിയപ്പെട്ടവരെ, ജീവസ്തുതി പേരില്ലാതെയും ദൈവവേല ചെയ്യാം. ഇവിടെ കൃത്യമായിട്ട് പറയുന്നു, ജീവിക്കുന്ന കാലത്ത് ജീവിതത്തിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി ചേർക്കണം എന്നുള്ള ആ വലിയ ബോധ്യം ഈ ക്ലേമന്തിന് അവരുടെ കൂട്ടുവേലക്കാർക്കും കിട്ടി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിനും ദൈവത്തിൻ്റെ വേലയ്ക്കുമായി ജീവിതം വേർതിരിച്ചു. വേലയെന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കല്ലേ, ആന്തരികമായ വേലയാണ് ഒന്നാമത് നടക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് ദൈവഹിത പ്രകാരം ദൈവത്തിൻ്റെ വേലയാണ്. എബ്രായർക്ക് ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം, അവിടെ ആദിജാതന്മാരുടെ പട്ടികയിൽ സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ പട്ടികയ്ക്കകത്ത് അതിനകത്ത് പറയുന്നുണ്ട്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം, സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്ക് നാം ചെന്ന് നിൽക്കുന്നത് ആരുടെ മുമ്പിലാണെന്നാണ്? ദഹിപ്പിക്കുന്ന അഗ്നിയുടെ മുമ്പിൽ. സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്ക് മുമ്പിലാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇന്ന് എന്താണ് പ്രിയപ്പെട്ടവരെ, നാം എല്ലാം ആദിജാതന്മാരല്ലേ? ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരല്ലേ? കടിഞ്ഞൂൽ പുത്രന്മാരല്ലേ നമ്മളൊക്കെ? എൻ്റെ ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മളെ വീണ്ടെടുത്തപ്പോൾ നമ്മളൊക്കെ ആദിജാതന്മാരുടെ പട്ടികയിലേക്കായി കഴിഞ്ഞു. നമ്മുടെ ജീവിതം എങ്ങനെയുണ്ട്? അതിൻ്റെ വിലയും നിലയും ഗൗരവവും മനസ്സിലാക്കിയിട്ടാണ് ജീവിക്കുന്നത്. ആ തേജസ്സേറിയ സനയിൽ നാം ചെല്ലേണ്ടവരാണ്. അവിടെ സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരെന്ന് പറയുന്നു. ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണമേ, സ്വർഗത്തിലെ ജീവൻ്റെ പുസ്തകത്തിൽ പേരുണ്ടോ? ആദ്യജാതൻ എന്നുള്ള പദവി ഞാൻ സ്വയം സ്വീകരിച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവനാണ്. എനിക്ക് ലോകത്തിലേക്ക് പോകാൻ പറ്റില്ല. എനിക്ക് ലോക മനുഷ്യൻ ജീവിക്കാൻ പറ്റില്ല. എനിക്ക് അവരുടെ കാഴ്ചപ്പാടിനോട് യോജിക്കാൻ പറ്റില്ല. എനിക്ക് അവരുടെ കമ്പനിയോട് യോജിക്കാൻ പറ്റില്ല. ഞാൻ അവരോട് വേർപെട്ട് നിന്നേ പറ്റുള്ളൂ. എനിക്ക് കിട്ടിയ വെളിച്ചം നഷ്ടപ്പെടാൻ പാടില്ല. എൻ്റെ ആത്മാവിൻ്റെ വെളിച്ചം കെട്ടുപോകാൻ പാടില്ല. ആത്മാവിൻ്റെ വെളിച്ചം കെട്ടുപോകും പ്രിയപ്പെട്ടവരെ. കൊടിയ കാറ്റടിച്ചാൽ, വിഷക്കാറ്റടിച്ചാൽ, നിൽക്കേണ്ടാത്ത സ്ഥലത്ത് നിന്നാൽ ഈ വെളിച്ചം നഷ്ടപ്പെട്ടു പോകും, സംശയമൊന്നുമില്ല. വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ ആത്മാവ് മാറിപ്പോകും. നമ്മൾ പവിത്രമായി സൂക്ഷിച്ചില്ലേ ആത്മാവ് മാറിപ്പോകും. ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, ആ ശിഷ്യന്മാരെ ഇരണ്ടിരണ്ടായിട്ട് അയച്ചു. അവർ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങി, അത്ഭുതങ്ങൾ നടന്ന് മരുന്നെല്ലാം നടത്തി. ഇതെല്ലാം കർത്താവ് മൗനമായി കേട്ട് പറഞ്ഞു, നിങ്ങൾ ഈ ഭൂതങ്ങളെ പുറത്താക്കിയാലോ വേല ചെയ്തതിലോ ഒന്നുമല്ല കാര്യം, നിങ്ങളുടെ പേര് സ്വർഗത്തിലെ എഴുതിയിരിക്കുന്നതിൽ എത്രയേ കാര്യം. ദൈവത്തിന് സ്തോത്രമെന്ന് വായിച്ചോളൂ. 10:20. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിലത്രേ. നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിലാണ് നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ളത്. ആ വേലയിലല്ല, അത്ഭുതങ്ങളിലല്ല, അടയാളങ്ങളിലല്ല, കൃപാവരങ്ങളിലല്ല. ഞാൻ ദൈവത്തിൻ്റെ വേലക്കാരനാണെന്ന് പറയുന്നതിൽ ഒന്നുമല്ല പ്രിയപ്പെട്ടവരെ. നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിട്ടുണ്ടോ? വേല ചെയ്യുമ്പോഴും സ്വർഗത്തിലുണ്ടോ? നിങ്ങളെ ആരും നിയന്ത്രിക്കാൻ കാണില്ലായിരിക്കും. കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞു. അവർ സന്തോഷത്തോടെ മടങ്ങി വന്നപ്പോൾ കർത്താവ് പറഞ്ഞു, ഇതിലൊന്നുമല്ല കാര്യം, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയെന്നുള്ള ഒറ്റ കാര്യം മാത്രമാണ് സന്തോഷിക്കാനുള്ളത്. ആ പേര് പോയാൽ തീർന്നില്ല എല്ലാം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പേരെഴുതാത്ത വേലകൾ, പേര് നഷ്ടപ്പെട്ടു പോകാത്ത വേലകൾ, പേര് നഷ്ടപ്പെട്ടു പോകാത്ത ദൈവമായിട്ടുള്ള ബന്ധങ്ങൾ, ഇതാണ് ഏറ്റവും വിലയുള്ളത്. അവസാനം നമുക്ക് വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ ഈ ജീവപുസ്തകത്തിൽ പേരെഴുതിയിരിക്കുന്ന ആരാണെന്ന് കൃത്യമായിട്ട്, അവരുടെ പേര് ഞാൻ ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ച് കളയാതെ എൻ്റെ പിതാവിൻ്റെ സനയിലും അവൻ്റെ ദൂതന്മാരുടെ സനയിലും ഞാൻ ഏറ്റുപറയും. ദൈവത്തിന് സ്തോത്രം. സർദീസിലെ സഭയെക്കുറിച്ചാണ് പറയുന്നത്. ജീവപുസ്തകത്തിൽ നിന്ന് അവരുടെ പേര് ഞാൻ മായ്ച്ച് കളയാതെ എൻ്റെ പിതാവിൻ്റെ സനയിലും അവൻ്റെ ദൂതന്മാരുടെ മുമ്പിലും അവൻ്റെ പേര് ഏറ്റുപറയും. എന്താണ് കാര്യം? അവർ ജീവിച്ച കാലത്ത് ഉടുപ്പ് മലിനമാകാൻ അവർ സമ്മതിച്ചില്ല. ഉടുപ്പ് മലിനമാകുന്ന സാഹചര്യത്തിന് അവർ വേർപെട്ട് മാറിയെന്നു. വേർപാടുണ്ട് പ്രിയപ്പെട്ടവരെ. ഒരു ദൈവവൈതലിനും ഉടുപ്പ് മലിനമാകാതെ ജീവിക്കണമെങ്കിൽ വേർപെട്ടേ പറ്റുള്ളൂ. മലിനമാകുന്ന സ്ഥലത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഉടുപ്പ് മലിനമാകും, സംശയമൊന്നുമില്ല. പാവമൊന്നും ചെയ്തില്ലെങ്കിലും വേണ്ടില്ല. പക്ഷെ അവർ തന്നെത്താൻ സൂക്ഷിച്ചു ഉടുപ്പ് മലിനമാകാൻ. എന്നാൽ എന്തെങ്കിലും കാരണവശാൽ ഉടുപ്പ് മലിനമായി തോന്നിയോ, വെളിപാട് പുസ്തകം 7:14 പറയുന്നുണ്ട്, കുഞ്ഞാടിൻ്റെ രക്തത്താൽ അവിടെ ജീവിതവസ്ത്രം അലക്കി അവർ വെളുപ്പിച്ചു. അബദ്ധത്തിൽ എന്തെങ്കിലും ഒരു പരാജയം വന്നാൽ പോലും ഉടനെ അലേർട്ടായിരുന്നുകൊണ്ട് കുഞ്ഞാടിൻ്റെ കാൽച്ചുവട്ട് ചെന്നിട്ട് അവൻ്റെ രക്തം കൊണ്ട് വാഷ് ചെയ്തെടുക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതാണ് അവരുടെ ഉടുപ്പ് മലിനമാകാതിരിക്കുന്നതിൻ്റെ കാര്യം. അവർക്ക് വെള്ള ഉടുപ്പ് ഉണ്ടെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാ. ഏതെങ്കിലും കാരണവശാൽ വരാൻ പാടില്ല, എന്നാൽ ഏതെങ്കിലും കാരണവശാൽ മലിനമായാൽ തന്നെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് അവിടെ അങ്കി വെളുപ്പാക്കും. അവർക്ക് ദൈവസന്നിധിയിലെ വെള്ള ഉടുപ്പ് ധരിച്ചു എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് ദൈവസന്നിധിയിലേക്ക് ചെല്ലാനുള്ള യോഗ്യത സമ്പാദിച്ചു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ഉടുപ്പ് എങ്ങനെയുണ്ട്? ഇപ്പോഴും പ്രവാചകനാണെന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല.
എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഉടുപ്പ് മലിനമായ ലജ്ജയോടെ നിൽക്കാനേ പറ്റുള്ളൂ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവർ ജയം നേടിയവരാണ്. പിശാചിനോട് പോരാടി ജയിച്ചവരാണ്. അവർ പാപത്തെ ജയിച്ചവരാണ്. അവർ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവത്തോടു കൂടി ജീവിച്ചവരാണ്. അവർ വേറെ ഒന്നും ലക്ഷ്യമായിരുന്നില്ല. ദൈവത്തെ സ്വർഗത്തിൽ നിന്ന് താഴേക്ക് ഇറക്കിക്കൊണ്ട് വന്നവരാണ്. അവരവരുടെ ഹൃദയത്തിൽ അവരുടെ വീട്ടിലും ദൈവത്തെ ഇറക്കിക്കൊണ്ട് വന്നവരാണ്. സ്തോത്രം. അവർ രാപ്പകൽ ദൈവത്തെ ആരാധിച്ചവരാണ്. ആരാധനയായിരുന്നു അവിടെ ഏറ്റവും വലിയ ലക്ഷ്യം. അവർ ദൈവത്തെ ആരാധിച്ചു. ഭൂമിയിലുള്ള ഒന്നും അവർക്ക് ആരാധന വിഷയമായിരുന്നില്ല. വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് മലിനമാകാതെ ദൈവ സാന്നിധ്യം നേടി കൂടെ ദൈവസേനയിലേക്ക് കയറി ചെന്ന് ദൈവത്തിൻ്റെ ആലോചന സഭയിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ഗ്രഹിച്ചിട്ട് ഭൂമിയിൽ ദൈവത്തിൻ്റെ വേല ചെയ്തവർ, യേശുവിനോട് കൂടെ ജീവിച്ചവരും എൻ്റെ ദൈവത്തിന് ഇങ്ങനെയുള്ളവരെ കർത്താവ് പിതാവിൻ്റെ മുമ്പിൽ ഏറ്റു പറയും. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ഓരോരുത്തരും ആലോചിക്കണമേ. നിങ്ങളുടെ പേര് ജീവൻ്റെ പുസ്തകത്തിലുണ്ടോ? സാധ്യമാണ്, നിങ്ങൾക്കത് കിട്ടും. പക്ഷേ നിങ്ങൾ പാപത്തോട് യാത്ര പറഞ്ഞേ പറ്റുള്ളൂ. ജീവിതം വിശുദ്ധമായി സൂക്ഷിച്ചേ പറ്റുള്ളൂ. ദൈവനാമം മഹത്വപ്പെടുവാനിടയാകട്ടെ. ദൈവത്തിന് സ്തോത്രം.